അപ്പം എങ്ങനെയാ ഒരു ട്രിപ്പ് പോയാലോ? അപ്പം പോവാ. അങ്ങനെയൊന്നും പറയലടാ. എത്ര ലിറ്റർ ഉണ്ട്? 5 ലിറ്റർ. ഓ, പൈസക്കാർക്ക് എന്തു ആവാമല്ലോ. എത്ര കിട്ടുന്നുണ്ട് മൈലേജ്? 30 ചിലപ്പോൾ കിട്ടിയാ കിട്ടി. ഓടാ പക്ഷീൻ്റെ സൗണ്ട്. ഓ, ഞാൻ ഇത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. വയനാടൊക്കെ ഈ സാധനം കൂടുതലുള്ളത്. ഓടാ സീന്. എത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും? അല്ല ഇപ്പം നമ്മൾ എത്ര 60 100 കിലോമീറ്റർ ആകെ ഉള്ളൂ. എൻ്റെ 63. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ട്രിപ്പ് റീസെറ്റ് ചെയ്തത്. വളരെ ഫാസ്റ്റാണല്ലോ എന്നാൽ. അപ്പം അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു 60 കിലോമീറ്റർ അങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തെന്മല ഡാമിൻ്റെ റിസോർവറിൻ്റെ അടുത്താണ്. ഇത് അവിടെ ബോർഡൊക്കെ കാണാം, തെന്മല അക്വാ ടൂറിസം. ഈ ഒരു ഭാഗത്ത് ഓൾറെഡി ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പം തിരുവനന്തപുരം എത്തിയിട്ട് ഏകദേശം ഒരു 1 ഇയർ ആയി. അപ്പോൾ ആ ഒരു 1 ഇയർ കൊണ്ട് ജസ്റ്റ് കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ പോയി. പൊന്മുടി പോയത് കോമഡിയാണ്. ഏകദേശം 2 or 3 പ്രാവശ്യം എത്തിയിട്ടാണ് മുകളിൽ കയറാൻ പറ്റിയത്. അവിടെ എല്ലപ്പോൾ അടച്ചിടുന്ന കണ്ടീഷനാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു റൂട്ട് വന്നു. അടിപൊളി റൂട്ടാണ്, അടിപൊളി കോർണേഴ്സ്. ഇപ്പോൾ തന്നെ നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഹിമാലയൻ ഉണ്ട്, ഏറ്റവും പുതിയ ഹിമാലയൻ. അതേപോലെ തന്നെ നമ്മുടെ R15 V3 ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഏകദേശം നമ്മൾ പോകാൻ പോകുന്ന ലൊക്കേഷനിലോട്ടൊരു 100 കിലോമീറ്ററാണ് ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് നോക്കിയപ്പോൾ കണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 60-70 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ. അപ്പം ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തമിഴ്നാടാണ്. അപ്പം ഇവിടുന്ന് നേരെ പോയിട്ട് ആ ഒരു തമിഴ്നാട് ബോർഡർ കടക്കാമെന്നാണ് വേഗം. ബോർഡർ വരുന്നത് ഈ വഴിയാണ്. അപ്പോൾ പോയാലോ? ഓക്കെ. ഇതല്ലല്ലോ എൻട്രി, തെന്മലേൻ്റെ അപ്പുറല്ലേ? ഈ ലുക്കിൽ വണ്ടി കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഇപ്പോൾ അടുത്ത് ചെയ്തതാണ്. ജസ്റ്റ് ഒരു YZF-ൻ്റെ സ്റ്റിക്കർ മാത്രം ചെയ്തു. ഇതിൻ്റെ മുന്നേ വേറെ കോലമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് എവിടെയെങ്കിലും കൊടുക്കുക. YZF-നെ പക്ഷേ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അത് മാറിയിട്ട് ഇപ്പം ജസ്റ്റ് ഈ ഒരു മഡ് ഗാർഡിന് മാച്ച് ആകുന്ന രീതിയിൽ ഒരു YZF സ്റ്റിക്കർ കൊടുത്തു. അപ്പം ലെറ്റ്സ് ഗോ. വിശക്കുന്നുണ്ട് നല്ലോണം. ഫുഡ് ഇവിടെ നിന്ന് നോക്കി കഴിക്കണം. ഇതാണ് നമ്മുടെ തെന്മല ഡാം വരുന്നത്. ഡാമിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് അധികം തിരിഞ്ഞടിക്കണ്ട. ലൊക്കേഷൻ എന്ന് പറയാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ലൊക്കേഷനിലോട്ട് മാത്രമായിട്ട് പോകാമെന്നുള്ള രീതിയിലല്ല പോകുന്നത്. ജസ്റ്റ് ഇത്രയും കാലം ഇവിടെ പഠിക്കാനൊക്കെ കയറി, ട്രെയിനിങ്ങിനൊക്കെ കയറി ഒരുമാതിരി അവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് വണ്ടി ഓടിക്കാം, നല്ല റൂട്ട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുന്നത്. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ലൊക്കേഷൻ ഒരു അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അമ്പലമാണ്. നൈസ് വ്യൂ. യെസ്. എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം, വിശക്കുന്നു. അത് നൈസ് ഓപ്ഷനാണ്. അപ്പോൾ വിടാം. അതെന്താണ് ഗിയർ ഇടുമ്പോൾ ഒരു പൊട്ടലും ചീറ്റില്ല?
ഒരൊറ്റ തട്ടി ഇടണം, മെല്ലനെ ഇട്ടിട്ടാ. പുതിയ ഹിമാലയൻ്റെ ഗിയർ ഇടുന്ന സൗണ്ട് കേട്ടോ, മറിഞ്ഞു പോകുമ്പോഴാ. ആ ഒരു ഇൻഡിക്കേറ്റർ കുറച്ചുകൂടെ റിജിഡായതിൽ നല്ല രസം ഉണ്ടാവുന്നത്, ചെറിയൊരു ആട്ടം വരുന്നത്. പ്രത്യേകിച്ച് 2 ലൈറ്റും കത്തി കിടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ആട്ടം കുറച്ച് ഡിസ്കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് ബേക്കിൽ കാണുമ്പോൾ. വാവ്, അടിപൊളി വ്യൂ, നൈസ് വ്യൂ അല്ലേ? നല്ല നെയ് റോസ്റ്റൊക്കെ കഴിക്കാന്ന് പറഞ്ഞ ഒരുത്തം കൊതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തേ ചായ കുടി? ഓക്കേ. എവിടുന്നാ? ബാ. ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ? അങ്ങോട്ട് പോയി തൽക്കാലം ഒരു ക്ഷീണമൊന്നും മാറാൻ വേണ്ടി ചായ കുടിക്കും. ഓക്കേ. അങ്ങോട്ട് പോയിട്ടല്ലേ കിടക്കാം. അടിപൊളി വ്യൂ അല്ലേ? അപ്പം ലെറ്റ്സ് ഗോ. അടിപൊളി വ്യൂ ആണ് അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടത്. ആ കറക്റ്റ് സ്ഥലത്ത് സൈഡാക്കിയിട്ടുണ്ട്. വാവ്, നൈസ് സ്പോട്ട്. ഇവന്മാർ പിടിച്ച് തീർക്കുമോ? തമിഴ്നാട് അല്ലേ? പാത്രം എടുത്ത് ഒരു 10 മിനിറ്റ് പാത്രം എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ അതൊരു തിണ്ടുണ്ടാവില്ല സൈഡിൽ ഇങ്ങനെ പോയിരുന്നിട്ട് ഇങ്ങനെ പൊളിക്കാനുള്ള ശരിക്കും ആദ്യം ഇങ്ങനെ കറക്കി നോക്കി കിട്ടുന്നില്ല. എന്തെങ്കിലും പൊളിക്കുക കറക്റ്റ് സാധനം. ഒരു മനുഷ്യനാണോ മനുഷ്യന്റെ കുഞ്ഞാണോ? ആണ് നമ്മുടെ തമിഴ്നാടിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ. അങ്ങോട്ടേക്ക് നോക്കിയാൽ കുറേ കാറ്റാടിപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങോട്ടേക്ക് പോവാം നമ്മൾ, കാറ്റാടീൻ്റെ അടുത്തേക്ക്. കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞിട്ട് വരുമ്പോൾ സ്ട്രെയിറ്റുള്ള റോഡാണ് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ലൊക്കേഷനിൽ എത്താൻ ടൈമോ അങ്ങനെയൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുക. ഇവിടെ വന്ന് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു പ്രത്യേക ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെന്ന് അങ്ങനെ ഒരു ഉറപ്പിച്ചിട്ടുള്ള മൈൻഡായിട്ടൊന്നല്ല വന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ കണ്ട് ചുമ്മാ വണ്ടി ഓടിച്ച് നടക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സ്ഥലം ഇഷ്ടപ്പെട്ടില്ലെന്നോ? ഈ മനുഷ്യനാണോ?